ഹലോ ഗൈസ്, വെൽക്കം ടു ക്വസ്റ്റ്യൻ ടൈം. സോ ഇന്നത്തെ ടോപ്പ് 5 ലിസ്റ്റ് വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ ബെൻറ്റൻ്റെ ചില ഓമനി ട്രിക്സുകളെ പറ്റിയാണ് നോക്കാൻ പോകുന്നത്. ഇത് വന്നൊരു പവർ ബേസ്ഡ് ലിസ്റ്റ് അല്ല, ജസ്റ്റ് എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ചില ഓമനി ട്രിക്സുകളും കൂടാതെ അതിൽ എനിക്ക് ബെസ്റ്റ് എന്ന് തോന്നുന്ന ചില ഓമനി ട്രിക്സിനെ പറ്റിയാണ് ഇവിടെ സംസാരിക്കാൻ പോകുന്നത്. അപ്പം നിങ്ങളുടെ ഫേവറേറ്റ് ഓമനി ട്രിക്സ് ഏതെന്നുള്ള കാര്യം താഴെ കമൻറ്റിലൊന്ന് പറഞ്ഞേക്കാം. അപ്പോൾ നേരെ വീഡിയോട്ട് കിടക്കാം. അപ്പോൾ നമ്പർ 5 ഓമനി ട്രിക്സ് ആണ് നമ്മുടെ പ്രോട്ടോ ടൈപ്പ് ഓമനി ട്രിക്സ്. അതായത് ബെൻറ്റൻ ക്ലാസിക്കിലൊക്കെ നമ്മൾ കണ്ടത് ഈ ഒരു ഓമനി ട്രിക്സ് ആണ്. എനിക്ക് വന്ന് ഈ ഒരു ഓമനി ട്രിക്സ് പാഷനായിട്ട് ഭയങ്കര ഇഷ്ടമാണ്. കാരണം ഇതിൻ്റെ ഡിസൈനൊക്കെ കാണാൻ സൂപ്പറായിട്ടുണ്ടാവും. നമ്മൾ ഫസ്റ്റ് ടൈം കാണുന്ന ഓമനി ട്രിക്സ് ഇതാണ്. നമ്മൾ ബെന്നിന് ആദ്യമായിട്ട് കിട്ടുന്ന ഓമനി ട്രിക്സ് ഇത് തന്നെയാണ്. അപ്പോൾ എന്നാൽ ഈ ഒരു ഓമനി ട്രിക്സ് ഇത്ര കാണാൻ സൂപ്പറൊക്കെ ഇരുന്നാലും ഇതിൽ ഒരുപാട് പോരായ്മകളുണ്ട്. അതായത് ഇതിൽ വന്ന് വെറും 10 ഏലിയൻസിൻ്റെ DNA മാത്രമേ ഉള്ളൂ. ചില ഇടങ്ങളിൽ പുതിയ ഏലിയൻസൊക്കെ ബെന്നിന് കിട്ടുന്നതായിട്ടൊക്കെ കാണിച്ചിട്ടുണ്ട്. ബട്ട് മാക്സിമം 10 ഏലിയൻസിൻ്റെ DNA മാത്രമേ ഇതിലുള്ളൂ. എന്നാൽ ഇതിൻ്റെ ഏറ്റവും വലിയ വീക്ക്നെസ് എന്താണെന്ന് വെച്ചാൽ ഇതിൽ ബാറ്ററി ഡ്രെയിനിങ് പ്രോബ്ലം ഉണ്ട്. ഒരുപാട് നേരം ഒന്നും ബെന്നിന് ഏലിയൻ ഫോമിൽ ഇരിക്കാൻ പറ്റില്ല. കുറച്ച് കഴിഞ്ഞ് വാച്ചിൻ്റെ ബാറ്ററി ഇതിൽ നിന്ന് ബെൻ നോർമലായി മാറും. ചില ഇടങ്ങളിലൊക്കെ ലക്കിനാണ് ബെൻ രക്ഷപ്പെടുന്നത്. അപ്പം ഈ ഒരു വാച്ചിന് പവർ കുറവാണ്. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു വീക്ക്നെസ് ആയിട്ടുള്ളത്. ബട്ട് കാണാനൊക്കെ പൊളിയാണ്. അപ്പോൾ അടുത്തൊരു നമ്പർ 4 ഓമനി ട്രിക്സ് ആണ് നമ്മുടെ ഹീറോ വാച്ച് എന്ന് പറയുന്നത്. അതായത് നമ്മുടെ ബെൻ 23യുടെ വാച്ച്. അപ്പോൾ ഈ ഒരു വാച്ച് വന്ന് ആക്ച്വലി കൊള്ളാം. കാരണം നമ്മുടെ ക്ലാസിക് ഓമനി ട്രിക്സിനെക്കാളും ഇത് ബെറ്റർ എന്ന് പറയാൻ പറ്റും. കാരണം ഇതിൽ വന്ന് ടോട്ടലായിട്ട് ഒരു 23 ഏലിയൻസ് അൺലോക്ക് എന്നാണ് പറയുന്നത്. ബട്ട് ടോട്ടലായിട്ട് ശരിക്കും ഇതിലൊരു 50 ഏലിയൻസ് അൺലോക്കാണ്. പക്ഷേ നമ്മുടെ ഈ ഒരു ബെൻ ക്യാരക്ടർ വന്ന് ഉള്ളി ഒരു എന്താ പറയുക ഒരു 23 ഏലിയൻസാണ് യൂസ് ചെയ്യുന്നത്. അത് എന്തെന്ന് പറഞ്ഞുകൂടാ, മേ ബി പുള്ളിക്ക് ആ ഒരു 23 ഏലിയൻസ് സെലക്ട് ചെയ്ത് വെച്ചേക്കുക. അതായിരിക്കും ഇഷ്ടം, അതുകൊണ്ടായിരിക്കും യൂസ് ചെയ്യുന്നത്. ഈ ഒരു വാച്ചിൻ്റെ ഡിസൈൻ എനിക്ക് പേഴ്സണലി ഇഷ്ടമാണ്. നമ്മുടെ ആ ഒരു പ്രോട്ടോ ടൈപ്പ് ഓമനി ട്രിക്സ് പോലെ ഇരിക്കും. ബട്ട് കുറച്ചും കൂടെ ചെറിയൊരു മോഡലിലുണ്ടാവും. കംപ്ലീറ്റ് ആയിട്ട് ഒരു ബ്ലൂ കളറിലാണ് ഇത് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഈവൻ ഏലിയനായിട്ട് ട്രാൻസ്ഫോം ആവുന്ന സമയത്തും ആ ഒരു ബ്ലൂ കളർ ആ ഏലിയൻസുള്ളത് നമുക്ക് കാണാൻ പറ്റും. കാണാൻ സൂപ്പറാണ്. ഒരു കൂളായിട്ടുള്ളൊരു വാച്ചായിരിക്കും. അതായത് ഈ ഒരു മോഡേൺ ടൈം പോലത്തെ ഒരു ഓമനി ട്രിക്സ് ആയിട്ടാണ് ഇരിക്കുന്നത്. ഉറപ്പായിട്ടും സൂപ്പർ ഓമനി ട്രിക്സാണ്. സോ അടുത്തൊരു നമ്പർ 3 ഓമനി ട്രിക്സ് ആണ് നമ്മുടെ കംപ്ലീറ്റ് ഓമനി ട്രിക്സ് എന്ന് പറയുന്നത്. ഇതാണ് ഫൈനലായിട്ട് എന്താ പറയുക നമ്മുടെ ആസ്മത്ത് കംപ്ലീറ്റ് ആക്കിയ ഒരു ഓമനി ട്രിക്സ്. ഇതുപോലെ നമ്മുടെ ഏലിയൻ ഫോഴ്സിൻ്റെ ലാസ്റ്റ് കണ്ടിട്ടുണ്ട്, നമ്മുടെ ബെന്നിന് ആസ്മത്ത് കൊടുക്കുന്നതായിട്ട് കാണിച്ചിട്ടുണ്ടാകും. സോ ഈ ഒരു ഓമനി ട്രിക്സിൻ്റെ ഡിസൈൻ തന്നെ എനിക്ക് അത്ര ഇഷ്ടമല്ല. ഇത് കാണാൻ ഭയങ്കര സിമ്പിളായിട്ടിരിക്കും. അതായത് ഇപ്പോൾ ഉള്ള സ്മാർട്ട് വാച്ച് പോലെ ഇരിക്കും ഈ ഒരു ഓമനി ട്രിക്സ് കാണാൻ. അപ്പം ഈ ഒരു ഓമനി ട്രിക്സിൻ്റെ സ്പെഷ്യാലിറ്റി എന്താണ് ബ്രോ എന്ന് ചോദിക്കുകയാണെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇത് കംപ്ലീറ്റ് ആയ ഒരു ഓമനി ട്രിക്സ് ആണ്. ഇതിൽ വന്ന് ഇനി വേറെ പോരായ്മകളൊന്നും ഇല്ല. ഫുള്ളായിട്ട് നമ്മുടെ ആസ്മത്ത് ഇത് കംപ്ലീറ്റ് ആക്കി വെച്ചിട്ടുണ്ട്. സോ ഇതിൻ്റെ ഡിസൈൻ എനിക്ക് അത്ര ഇഷ്ടമല്ല. ഈവൻ ഇതിൽ വന്ന് ഏലിയനായി ട്രാൻസ്ഫോം ആവുന്നത് വളരെ സിമ്പിളായിട്ടാണ് ആവുന്നത്. അതായത് ഇപ്പം ഇതിൽ വന്ന് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് ടച്ച് രൂപത്തിലാണ് ഏലിയൻസ് ആവുന്നത്. സോ ഇവൻ ആ ഒരു ഏലിയൻ ട്രാൻസ്ഫോർമേഷനും അത്ര സൂപ്പറായിട്ടുള്ളത്, വളരെ സിമ്പിളായിട്ടാണ് കാണിച്ചിട്ടുള്ളത്. കാരണം ഇത് കംപ്ലീറ്റ് ആണ്. ഇതിന് ഒരുപാട് ടൈമൊന്നും എടുക്കില്ല, പെട്ടെന്ന് ആയിക്കോളും. സോ അത് മാത്രമല്ല ഇതിൽ ഒരുപാട് പുതിയ ഏലിയൻസിൻ്റെ DNA നമ്മൾ ഇതുവരെയായിട്ട് കാണാത്ത ഒരുപാട് ഏലിയൻസിൻ്റെ DNAs ഇതിലുണ്ട്. ഈവൻ നമ്മൾ ഓമനിവേഴ്സിൽ കണ്ടിട്ടുണ്ടാകും പുതിയ നിറയെ ഏലിയൻസ് പറഞ്ഞായിട്ടൊക്കെ കാണിച്ചിട്ടുണ്ടാകും. സോ ഇത് കംപ്ലീറ്റ് ആയി ഓമനി ട്രിക്സ് ആണ്. എന്നാൽ ഇതിൽ ചില പോരായ്മകൾ ഉള്ളതായിട്ടും കാണിച്ചിട്ടുണ്ട്. അതായത് ഓമനിവേഴ്സിൽ തന്നെ നമ്മുടെ ബെൻ വന്ന് ഒരു ഏലിയൻ സെലക്ട് ചെയ്ത് അടിച്ചു കഴിഞ്ഞാൽ വേറൊരു ഏലിയനാണ് കിട്ടുന്നത്. സോ അങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രോബ്ലം ഇല്ലോണ്ട്. എന്താണ് അങ്ങനെ പറഞ്ഞതെന്ന് അറിഞ്ഞൂടെ. കാരണം കംപ്ലീറ്റ് ഓമനി ട്രിക്സ് ആണ്. പിന്നെ ഇങ്ങനെ ഒരു പ്രശ്നമൊക്കെ ഉണ്ട്. സോ അതെന്തെന്ന് അറിഞ്ഞൂടെ. ബട്ട് ആൾറൗണ്ട് ഇതൊരു പൂർണ്ണമായ ഒരു ഓമനി ട്രിക്സ് ആണ്. അപ്പോൾ അടുത്തൊരു നമ്പർ 2 ഓമനി ട്രിക്സ് ആണ് നമ്മുടെ അൾട്ടിമേറ്റ് ഓമനി ട്രിക്സ്. ഇതുപോലെ നമ്മുടെ ആസ്മത്തല്ല ക്രിയേറ്റ് ചെയ്തത്, ആൽബിഡോയാണ് ക്രിയേറ്റ് ചെയ്തത്. ആൽബിഡോയുടെ കയ്യിലാണ് ഇത് കിടന്നത്, റെഡ് കളറായിട്ടാണ് കിടന്നത്. പിന്നീട് നമ്മൾ ബെൻ വന്ന് അടിച്ച് മാറ്റി അങ്ങ് എടുക്കും. സോ അപ്പോൾ ഈ ഒരു ഓമനി ട്രിക്സിൻ്റെ സ്പെഷ്യാലിറ്റി എന്താണെന്ന് വെച്ചാൽ, സോ ഇതിൽ വന്ന് ഓരോ ഏലിയൻസിൻ്റെ അൾട്ടിമേറ്റ് ഫോമിൽ നമ്മൾ ബെന്നിന് കൊണ്ടുപോകാൻ പറ്റും. എല്ലാ ഏലിയൻസൊന്നും അൾട്ടിമേറ്റ് ഫോമൊന്നുമില്ല. ചില ഏലിയൻസിനൊക്കെ അൾട്ടിമേറ്റ് ഫോമുണ്ട്. അതായത് ഇപ്പം നോർമലായിട്ട് തന്നെ ഒരു ഏലിയൻ പവർഫുൾ ആയിരിക്കും. ഇപ്പോൾ നമ്മുടെ വേബിക്കിന് എടുക്കുന്നെങ്കിൽ വേബിക്ക് നോർമലായി തന്നെ പവർഫുൾ ആണ്. ബട്ട് അൾട്ടിമേറ്റ് ഫോമിൽ പോവുകയാണെങ്കിൽ നമ്മളെ വേബിക്ക് ഇനിയും പവർഫുൾ ആകും. സൈസും പവേഴ്സും എല്ലാം ഇൻക്രീസ് ആവുന്ന രീതിയിലെത്തും. അപ്പോൾ ഒരു ഏലിയൻ്റെ അൾട്ടിമേറ്റ് ഫോം നമ്മളെ ബെന്നിനെ കൊണ്ട് റീച്ച് ചെയ്യാൻ ഈ ഒരു അൾട്ടിമേറ്റ് ഓമനി ട്രിക്സ് വഴി പറ്റും. കാരണം അത്രയ്ക്ക് പവർഫുള്ളാണ് ഇത്. ഇതിന് ചില ഡ്രോബാക്സ് ഉണ്ട്. ബട്ട് എന്നാലും നിറയെ പേർക്ക് ഈ ഒരു ഓമനി ട്രിക്സ് ഫേവറേറ്റ് ആയി. കാരണം ഇതിൽ അൾട്ടിമേറ്റ് ഫോമിൽ നമുക്ക് പോകാൻ പറ്റും. അതുകൊണ്ടാണ് ഈ ഓമനി ട്രിക്സിനെ 2ാം സ്ഥാനത്തിട്ട് ഉറപ്പായിട്ടൊരു വേറെ ലെവൽ ഓമനി ട്രിക്സ് ആണ്. അപ്പോൾ അടുത്തൊരു നമ്പർ 1 നോക്കിയതിന് മുമ്പായിട്ട് നമുക്കൊരു ഹോണറബിൾ മെൻഷൻ നോക്കാം. അതിലുള്ള ഓമനി ട്രിക്സ് ആണ് നമ്മുടെ ബെൻ 10,000 കയ്യിൽ വെച്ചുള്ള ഓമനി ട്രിക്സ്, ബയോ ഓമനി ട്രിക്സ് എന്ന് പറയും. സോ ഇത് വന്ന് ഉറപ്പായിട്ട് ഒരു വേറെ ലെവൽ ഓമനി ട്രിക്സ് ആണ്. കാരണം ഈ ഓമനി ട്രിക്സ് യൂസ് ചെയ്യുന്ന നമ്മുടെ ബെൻ വന്ന് ഒരു 46 വയസ്സ് പ്രായമുള്ള ഒരു ബെന്നാണ്. നല്ലൊരു എക്സ്പീരിയൻസ് ഉള്ള ബെന്നാണ്. സോ ഈ ഒരു ഓമനി ട്രിക്സ് കാണാൻ ഓമനി ട്രിക്സ് പോലെ ഇരിക്കില്ല. കാരണം ഇത് 2 കയ്യിൽ ഒരുമാതിരി എന്താ പറയുക ഒരു ഗ്ലൗസ് പോലെ കിടക്കും. അങ്ങനത്തെ ഒരു രീതിയിലായിട്ട് കാണിച്ചിട്ടുള്ളത്. സോ ഈ ഒരു ഓമനി ട്രിക്സിൻ്റെ സ്പെഷ്യാലിറ്റി എന്താണെന്ന് വെച്ചാൽ ഇതിൽ വന്ന്
ഏകദേശം 10,000 ഏലിയൻസോളം ഉണ്ടെന്നാണ് പറയുന്നത്. സോ അപ്പോൾ ഈ ഒമിനിട്രിക്സ് വഴി 2 ഏലിയൻസിനെ ഫ്യൂസ് ചെയ്യാൻ പറ്റും. അതായത് ഇപ്പോൾ ഒരു കയ്യിൽ ഒരു ഏലിയനെ സെലക്ട് ചെയ്ത് മറ്റൊരു കയ്യിൽ വേറൊരു ഏലിയനെ സെലക്ട് ചെയ്ത് ഇത് രണ്ടും കൂടെ ഒരുമിച്ച് ചേർക്കുന്ന വഴി 2 ഏലിയൻസിനെ കൂടി ഫ്യൂസ് ചെയ്ത ഒരു രൂപത്തിൽ നമ്മൾ ബെന്നിന് കൊണ്ടുപോകാൻ പറ്റും. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത്. ബട്ട് എനിക്ക് പേഴ്സണലായിട്ട് ഈ ഒരു ഒമിനിട്രിക്സ് ഇഷ്ടമല്ല. കാരണം ഇതെന്താണെന്ന് വെച്ചാൽ ഇത് കാണാൻ ഒമിനിട്രിക്സ് പോലെ ഇരിക്കില്ല, വേറെ എന്തോ പോലെ ഇരിക്കും. ബട്ട് നിറയെ പേർക്ക് ഇത് ഇഷ്ടമായിരിക്കും. ബട്ട് എനിക്കിത് അത്ര ഇഷ്ടമല്ല. പവർഫുൾ ആണ്, ബട്ട് എനിക്കിത് ഇഷ്ടമല്ല. ഓക്കെ, ഫൈനലി നമ്പർ 1 ഒമിനിട്രിക്സ് ആണ് അപ്ഗ്രേഡഡ് ഒമിനിട്രിക്സ്. ഇത് വന്ന് നിങ്ങൾ ഏലിയൻ ഫോഴ്സിൽ കണ്ടിട്ടുണ്ടാകും. സോ എനിക്ക് വന്ന പേഴ്സണലായിട്ട് ഈ ഒരു ഒമിനിട്രിക്സ് ഭയങ്കര ഇഷ്ടമാണ്. സോ ഇതിനേക്കാൾ പവർഫുൾ ആയിട്ടുള്ള ഒമിനിട്രിക്സ് ഈ ലിസ്റ്റിലുണ്ടെങ്കിലും എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ഒമിനിട്രിക്സ് എന്ന് പറഞ്ഞാൽ അത് ഇതാണ്. സോ നമ്മളെ ഏലിയൻ ഫോഴ്സിൽ കണ്ടിട്ടുണ്ട്, അതായത് നമ്മുടെ പ്രോട്ടോടൈപ്പ് ഒമിനിട്രിക്സ് അല്ലേ പിന്നെ അത് യൂസ് ചെയ്ത് അത് ഓട്ടോമാറ്റിക്കലായി തന്നെ അപ്ഗ്രേഡഡ് ആയാണ് ഈ ഒരു ഫോമിൽ എത്തിയത്. സോ ഇതിൻ്റെ ഡിസൈനൊക്കെ കാണാൻ സൂപ്പറായിട്ടുണ്ടാകും. ഒരു നോർമൽ വാച്ച് പോലെ വന്നിട്ട് ഒരു ഒമിനിട്രിക്സ് മോഡലിലുണ്ടാകും, വേറെ ലെവലായിട്ടുണ്ടാകും. ഈവൻ ഇതിൽ വന്ന് വലിയ പ്രശ്നങ്ങളൊന്നും ബെന്നിന് നേരിടേണ്ടി വന്നിട്ടില്ലായിരുന്നു. കാരണം ഇതിൽ ഏത് ഏലിയൻ ബെൻ ചൂസ് ചെയ്ത് എടുത്താലും കറക്റ്റായിട്ട് ആ ഏലിയന് ആക്കി കൊടുക്കും. കൂടാതെ ഒരുപാട് നേരം നമ്മൾ ബെൻ വന്ന് ഏലിയൻ ഫോമിലും നിന്നിട്ടുണ്ടായിരുന്നു. കാരണം അത്രയ്ക്കും ഒരു എന്താ പറയുക ബെസ്റ്റായിട്ടാണ് ഈ ഒരു ഒമിനിട്രിക്സിനെ പ്രസൻറ്റ് ചെയ്തത് അവർ. എന്നാൽ പിന്നീട് വന്ന് നമ്മളെ ബെൻ തന്നെ ഈ ഒമിനിട്രിക്സിൻ്റെ മാസ്റ്റർ കൺട്രോൾ അൺലോക്ക് ചെയ്യാൻ വേണ്ടി ഹാക്ക് ചെയ്തൊക്കെ നോക്കും. സോ അങ്ങനെയാണ് പിന്നീട് ഇതിൽ ചെറിയ പ്രശ്നമൊക്കെ വന്നത്. അത് ബെന്നിൻ്റെ കയ്യിരിപ്പോട്ട് തന്നെയാണ്. ബട്ട് അതെല്ലാം നോക്കുകയാണെങ്കിൽ എൻ്റെ ഒപ്പീനിയന് ഒരു ബെസ്റ്റ് ഒമിനിട്രിക്സ് എന്ന് പറഞ്ഞു അത് ഉറപ്പായിട്ടും ഈ ഒരു അപ്ഗ്രേഡഡ് ഒമിനിട്രിക്സ് ആയിട്ടാണ് എനിക്ക് പേഴ്സണലി തോന്നുന്നത്. കാരണം ഇത് സൂപ്പറായിട്ട് ഇതിൻ്റെ ആ ഒരു പവർ ലെവൽ വെച്ച് നോക്കിയാൽ അല്ലെങ്കിൽ കപ്പാസിറ്റി വെച്ച് നോക്കിയാൽ ബാക്കിയുള്ള ഒമിനിട്രിക്സിനേക്കാളും ഇതാണ് കുറച്ച് ബെറ്റർ ആയിട്ട് എനിക്ക് പേഴ്സണലി തോന്നുന്നൊരു കാര്യം. സോ എൻ്റെ അഭിപ്രായത്തിൽ ഒരു നല്ലൊരു ഒമിനിട്രിക്സ് എന്ന് പറഞ്ഞാൽ അത് ഇത് തന്നെയാണ്. സോ നിങ്ങൾക്ക് ആർക്കൊക്കെ ഈ ഒരു ഒമിനിട്രിക്സ് ഇഷ്ടമെന്ന് കമൻറ്റ് പറഞ്ഞേക്കുക. അപ്പോൾ ഇതൊക്കെയാണ് നമ്മളെ ബെന്നിൻ്റെ ചില ഒമിനിട്രിക്സുകളും കാര്യങ്ങളൊക്കെ. അപ്പോൾ നിങ്ങളുടെ ഫേവറേറ്റ് ഒമിനിട്രിക്സ് ഏതാണ് ഇന്നത്തെ ആരെ കമൻറ്റിൽ ഒന്ന് പറഞ്ഞേക്കാം. പിന്നെ വീഡിയോ ഇഷ്ടപ്പെടുമെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ ആദ്യം പറ്റാൻ കാണിക്കുക, മറക്കാതെ സബ്സ്ക്രൈബ് കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം. ടേക്ക് യു ഗൈസ്.